ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ക്യാരറ്റ് കറി വേണം മോൾക്ക്. കഴിച്ചു. രാവിലെ ഒരു കട്ടൻ ചായ പതിവുണ്ടായിരുന്നു, കിട്ടിയില്ല. കട്ടൻ ചായ തന്നിരുന്നത് സുചിത്രയെടുത്തിയാ. സുചിത്രയെടുത്തി അടുക്കളയിലുണ്ടല്ലോ, അങ്ങോട്ട് ചെന്നാ മതി. സുചിത്ര എന്നോടിപ്പോ പിണക്കത്തിലാ. സുചിത്രയെടുത്തി മാത്രമല്ല, ഈ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരാള് പോലും കണ്ണിച്ചോരയില്ലാത്ത നിങ്ങളുടെ പ്രവൃത്തി അംഗീകരിക്കില്ല. സ്വന്തം കാര്യലാഭത്തിനു വേണ്ടി ഭർത്താവ് കാട്ടിക്കൂട്ടുന്ന ക്രൂരതകളുടെ ഭാരം ചുമന്ന് ഭാര്യ പോലും മടുത്തു കഴിഞ്ഞു. അതുകൊണ്ടല്ലേ ഭർത്താവിന്റെ മുറിവിട്ട് ഭാര്യ അടുക്കളയിൽ അന്തി ഉറങ്ങുന്നത്. അങ്ങോട്ട് ചെന്ന് ചോദിച്ചാൽ മതി, കട്ടൻ ചായക്ക് കിട്ടും. അല്ല, പോയില്ലേ? എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. സ്വന്തം പ്രശ്നങ്ങളുടെ ന്യായീകരണങ്ങളല്ലാതെ വേറെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? എനിക്ക് ഈ മുഖം കാണുന്നത് തന്നെ ഇപ്പൊ വെറുപ്പാ. ഒന്ന് പോയി തന്ന വലിയ ഉപകാരം. വന്ദനെ, പ്രായത്തിൽ മൂത്തവരോട് സംസാരിക്കുമ്പോ ഒരല്പം മര്യാദയ്ക്കാവാം. എന്തും അത് അർഹിക്കുന്നവർക്കേ കൊടുക്കാവൂ. വളർത്തുദോഷം. വളർത്തിവിട്ട മാതാപിതാക്കളോട് നെറുകേട് കാണിക്കുന്നവന്റെ ഫിലോസഫി കേൾക്കുമ്പോഴേ എനിക്ക് ഓക്കാനും വരുന്നുണ്ട്. വന്ദനെ, ജഗ, എനിക്ക് ജഗനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സംസാരിക്കേണ്ട കാര്യങ്ങളെല്ലാം ഇന്നലെ രാത്രി തന്നെ അതിഗംഭീരമായിട്ട് സംസാരിച്ചു കഴിഞ്ഞില്ലേ? സ്വന്തം അച്ഛനെ ചതിച്ചവനാണ് ഞാനെന്നൊക്കെ പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനിയും എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഭാര്യയുടെ ഏട്ടനെന്നൊരു മര്യാദയും ബഹുമാനം ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നു. അതൊക്കെ ഏകദേശം ഇന്നലത്തോടെ തന്നെ തീരുകയും ചെയ്തു. പിന്നെ ഒരു കാര്യം, ഈ ജഗൻ ഇന്നേ വരെ എന്റെ അച്ഛനെയും അമ്മയും തമ്മിൽ വേർപിരിക്കാൻ ശ്രമിച്ചിട്ടില്ല. സ്വന്തം അമ്മയെ പണയം വെക്കാൻ നോക്കിയവരോട് സംസാരിച്ചല്ല ഈ ജഗന് ശീലം. നിങ്ങളെപ്പോലുള്ളവർ കേൾക്കാൻ പറയുക. ജഗൻ രാഷ്ട്രീയക്കാരനാ, പക്ഷെ സ്വന്തം ലാഭത്തിനു വേണ്ടി മാതാപിതാക്കളെ പണയം വെച്ചിട്ടില്ല. സമ്മതിച്ചു. പക്ഷേ എനിക്ക് പറയാനുള്ളത്. അറിയാം. സ്വന്തം മാതാപിതാക്കൾ താങ്ങാൻ പറ്റാത്ത ഭാരമാണെന്നല്ലേ പറയാൻ വരുന്നത്. വിഷമിക്കണ്ട, അവര് വിട്ടേക്ക്. അവരെ എനിക്കൊരു ഭാരമല്ല. നിങ്ങൾക്കൊന്നും വേണ്ടെങ്കിൽ ഇങ്ങ് തന്നേക്ക്. വയസ്സുകാലത്ത് ഞാൻ അവരെ പൊന്നുപോലെ നോക്കിക്കോളാം. മാനത്തെ കൊട്ടാ